PM ശ്രീ പദ്ധതിയിൽ മുന്നണി നേതാക്കൾക്കിടയിൽ അഭിപ്രായ പ്രകടനങ്ങൾ തുടരുകയാണ്. പദ്ധതി നടപ്പിലാക്കുവാനുള്ള ഉപസമിതിക്കാണ് UDF കഴിഞ്ഞ ദിവസം രൂപം നൽകിയിരിക്കുന്നതെന്നാണ് LDFിൻ്റെ ആക്ഷേപം. എന്നാൽ പദ്ധതി ഉപേക്ഷിച്ച് LDF സർക്കാർ കേന്ദ്രത്തിന് കത്ത് നൽകിയതാണെന്നും SSK ഫണ്ട് നേടിയെടുക്കുവാനുള്ള ശ്രമം മാത്രമാണ് തങ്ങൾ നടത്തിയതെന്നുമുള്ള വാദമാണ് LDF ഉയർത്തുന്നത്. അതേസമയം പദ്ധതി നീട്ടിക്കൊണ്ടുപോയ LDF UDF നേതൃത്വം കുട്ടികളോട് മാപ്പ് പറയണമെന്നാണ് BJP നേതൃത്വം ആവശ്യപ്പെടുന്നത്. കൂടുതൽ വിവരങ്ങളുമായി രജിത്ത് ചേരുന്നുണ്ട്, കൂടുതൽ വിശദാംശങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്നും. രജിത്ത്, നമുക്കറിയാം ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ സർക്കാർ നിലപാട് കടുപ്പിക്കുകയാണ്. കഴിഞ്ഞ തവണ പ്രതിപക്ഷത്തിരുന്ന UDF PM ശ്രീയുമായി ബന്ധപ്പെട്ട് നിരവധി ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു. കേന്ദ്ര സർക്കാരുമായി കരാർ ഒപ്പിട്ടു എന്ന തരത്തിലേക്കുള്ള ആരോപണങ്ങളും ആക്ഷേപങ്ങളും ഒക്കെ വരികയാണ്. പക്ഷേ ഇപ്പോൾ പ്രതിപക്ഷത്തിരിക്കുന്ന LDF അതിനെ എതിർക്കുകയാണ്. അങ്ങനെ ഒരു ഇതേ കരാർ ഒപ്പുവെച്ചിട്ടില്ല എന്നാണ്. ഈ ആക്ഷേപങ്ങൾ നടക്കുമ്പോൾ പോലും മുന്നണിക്കുള്ളിൽ അഭിപ്രായ വ്യത്യാസം എന്തെങ്കിലും ഉണ്ടോ? UDF ഏത് തരത്തിലാണ് ഇനി PM ശ്രീയെ ഉടച്ചു വാർക്കാൻ ഉദ്ദേശിക്കുന്നത്? രാജേഷ്, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, കഴിഞ്ഞ LDF സർക്കാർ തന്നെ ഒക്ടോബർ മാസത്തിൽ 2025 ഒക്ടോബർ മാസത്തിൽ PM ശ്രീ പദ്ധതിയിൽ അംഗമായിക്കൊണ്ട് സംസ്ഥാനത്തെ അംഗമായിക്കൊണ്ട് ഒപ്പിടുകയും ചെയ്തിരുന്നു. വാസുകിയാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കരാറിൽ ഒപ്പിടുന്നതിനായി കേന്ദ്രത്തിലെത്തുകയും ഒപ്പിടുകയും ചെയ്തത്. പദ്ധതിയുമായി മുന്നോട്ട് പോകാനുള്ള തയ്യാറെടുപ്പുകൾ നടത്തിയ സമയത്താണ് പദ്ധതിയുമായി മുന്നോട്ട് പോകാനുള്ള തയ്യാറെടുപ്പുകൾ നടത്തിയ സമയത്താണ് CPIയിൽ നിന്നും എതിർപ്പുണ്ടാവുകയും അവർ മന്ത്രിസഭാ യോഗത്തിലടക്കം അല്ലെങ്കിൽ മന്ത്രിസഭാ യോഗത്തിൽ നിന്നടക്കം വിട്ടു നിൽക്കുന്ന നടപടികളിലേക്ക് പോകുമെന്ന ഒരു കാര്യം വന്ന സാഹചര്യത്തിലാണ് പിന്നീട് ഈ പദ്ധതി ഒരു വീണ്ടും വിചാരം LDF നടത്തുകയും ചെയ്തത്. അതിനുശേഷം പദ്ധതിയിൽ നിന്നും പിന്മാറുന്നതായി ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇവർ കേന്ദ്രത്തിന് കത്ത് നൽകുകയും ചെയ്തു. എന്നാൽ ഒരു കാര്യമുള്ളത്, ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പദ്ധതിയുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാരുമായി ഏർപ്പെട്ടിട്ടുള്ള കരാർ പ്രകാരം ഇത്തരത്തിൽ ഏകപക്ഷീയമായി പദ്ധതിയിൽ നിന്നും പിന്മാറാൻ കഴിയില്ല എന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. എങ്കിൽ തന്നെയും തങ്ങൾ ഈ പദ്ധതി നടപ്പാക്കുന്നില്ല എന്ന് ചൂണ്ടിക്കാട്ടിച്ചുകൊണ്ട് തന്നെ LDF സംസ്ഥാന സർക്കാർ നേരത്തെ തന്നെ കത്ത് കേന്ദ്രത്തിന് നൽകുകയും ചെയ്തതും നേരിട്ട് ഇക്കാര്യം കേന്ദ്രത്തെ അറിയിക്കുകയും ചെയ്തതാണ്. പ്രധാനമായും തങ്ങൾ ഉദ്ദേശിച്ചത് SSA ഫണ്ട് തങ്ങൾക്ക് ലഭിക്കേണ്ടതുണ്ട്. ആ SSA ഫണ്ട് ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് മാത്രമാണ് കരാറിൽ ഒപ്പിട്ടതെന്ന കാര്യമാണ് ഇവർ പറയുന്നത്. പക്ഷേ ഈ SSA ഫണ്ട് ലഭ്യമാക്കുന്നതിന് കരാറിൽ ഒപ്പിടുമ്പോഴും ഏത് തരത്തിലുള്ള ഒരു പ്രതിരോധമാണ് ഈ BJP കാവ്യവൽക്കരണം നടത്തുന്നു എന്നാണ്, വിദ്യാഭ്യാസ രംഗത്ത് കാവ്യവൽക്കരണം നടത്തുന്നു എന്നാണ് നേരത്തെ തന്നെ ഈ LDF ആരോപിച്ചിരുന്നത്. അതിനെതിരെ എന്ത് പ്രതിരോധമാണ് ഇവർ തീർത്തത് എന്ന ചോദ്യത്തിന് അവർക്ക് മറുപടിയില്ല. പക്ഷേ SSA ഫണ്ട് ലഭ്യമാകുന്നതിന് വേണ്ടിയിട്ട് മാത്രമാണ് ഫണ്ട് തടഞ്ഞു വെച്ചിരിക്കുകയായിരുന്നു കേന്ദ്ര സർക്കാർ. അത് PM ശ്രീ പദ്ധതിയിൽ ഒപ്പിടണം, എന്നാൽ മാത്രമേ ഫണ്ട് നൽകുകയുള്ളൂ എന്നൊരു നിലപാട് കേന്ദ്ര സർക്കാർ സ്വീകരിച്ചിരുന്നു. അതുകൊണ്ടാണ് PM ശ്രീ പദ്ധതിയിൽ ഒപ്പിട്ടത് എന്ന ന്യായമാണ് LDF സർക്കാർ ഉയർത്തുന്നത്. അതിനുശേഷം പദ്ധതി നടപ്പാക്കേണ്ട ഒരു ഉപസമിതി അടക്കം നിയമിച്ചെങ്കിലും ഉപസമിതി ഒരു തവണ പോലും യോഗം ചേരാതെ പദ്ധതിയുമായി മുന്നോട്ട് പോകേണ്ടതില്ല എന്നൊരു നിലപാടിലേക്ക് എത്തുകയും ഇക്കാര്യം കേന്ദ്രത്തെ അറിയിക്കുകയും ചെയ്തു എന്നാണ് ഇപ്പോൾ LDF സർക്കാർ അവകാശപ്പെടുന്നത്. അതേ സമയത്ത് തന്നെ ഈ PM ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഫണ്ടും കേന്ദ്ര സർക്കാരിൽ നിന്നും ആദ്യഘട്ടത്തിൽ LDF സർക്കാരിന് ലഭിക്കുകയും ചെയ്തിരുന്നു. ആ ആദ്യഘട്ടത്തിൽ ഫണ്ട് അടക്കം ലഭ്യമാവുകയും ഒപ്പിടുകയും ചെയ്തതിന് സംസ്ഥാനം സർക്കാർ ഒപ്പിടുകയും ചെയ്തതിനാൽ തന്നെ ഈ പദ്ധതിയുമായി മുന്നോട്ട് പോകേണ്ട ഒരു സാഹചര്യത്തിലാണ് നിൽക്കുന്നത് എന്നാണ് ഇപ്പോൾ UDF സർക്കാർ ഉയർത്തിക്കാട്ടുന്നത്. നേരത്തെ തന്നെ UDF സർക്കാരും ഇതിനെതിരെ രംഗത്തെത്തുകയും ചെയ്തിരുന്നു. UDF സർക്കാർ പറയുന്നത് ഈ പദ്ധതിയുമായി മുന്നോട്ട് പോകേണ്ട ഒരു സാഹചര്യം തന്നെയാണ് ഇപ്പോഴുള്ളത്. അതുകൊണ്ട് തന്നെ ഇനി ഈ പദ്ധതിയിൽ എന്ത് നടപടി സ്വീകരിക്കണം എന്നത് സംബന്ധിച്ചുകൊണ്ട് ഒരു ഉപസമിതിയെ കൂടി ഇപ്പോൾ കഴിഞ്ഞ ദിവസം ചേർന്ന മന്ത്രിസഭാ യോഗം ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. ആ ഉപസമിതി പഠനം നടത്തിയതിനു ശേഷം ഇക്കാര്യത്തിൽ ഒരു വ്യക്തത വരുത്താം എന്നാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാർ എടുത്തിരിക്കുന്ന നിലപാട്. അതേ സമയത്ത് തന്നെ മുസ്ലിം ലീഗ് അടക്കമുള്ള പാർട്ടികൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ശക്തമായ നിലപാട് പദ്ധതി നടപ്പാക്കരുത് എന്ന് നേരത്തെ തന്നെ ആവശ്യവുമായി രംഗത്തേക്ക് എത്തിയിരുന്നു. ആ ഘടകകക്ഷികൾക്കുള്ളിൽ ഇതിന് ഇപ്പോൾ സർക്കാർ എടുത്തിരിക്കുന്ന നടപടിയിൽ ഏതാനും ഘടകകക്ഷികൾക്കുള്ളിൽ സ്വീകാര്യതയുണ്ടെങ്കിലും മുസ്ലിം ലീഗ് അടക്കമുള്ള ഘടകകക്ഷികൾ ഇക്കാര്യത്തിന് എതിരായി രംഗത്ത് എത്തിയിട്ടുണ്ട്. എന്ന് തന്നെയായാലും ഇക്കാര്യത്തിൽ മുസ്ലിം ലീഗിൻ്റെ കൈവശമാണ് വിദ്യാഭ്യാസ വകുപ്പ് അടക്കം ഉള്ളത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെയെങ്കിൽ എന്ത് നിലപാടായിരിക്കും UDF സർക്കാർ എടുക്കാൻ പോകുന്നത് എന്നാണ് ഇനി അറിയേണ്ടത്. അതേസമയത്ത് തന്നെ BJP ആരോപിക്കുന്നത് ഈ പദ്ധതി കഴിഞ്ഞ 2020 ഒപ്പിടുകയും പിന്നീട് ഇങ്ങോട്ട് 22 നടപ്പാക്കണമെന്ന രംഗത്തേക്ക് അത്യാവശ്യമായി തന്നെ കേന്ദ്ര സർക്കാർ ആവശ്യപ്പെടുകയും ചെയ്തതാണ്. അന്ന് നടപ്പാക്കിയിരുന്നുവെങ്കിൽ കൂടുതൽ അടിസ്ഥാന സൗകര്യങ്ങൾ വിദ്യാർത്ഥികൾക്ക് നൽകാൻ കഴിയുമായിരുന്നു. അത്തരത്തിലുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ വിദ്യാർത്ഥികൾ ലഭ്യമാക്കാതെ ഈ പദ്ധതിയുമായി നീട്ടിക്കൊണ്ടുപോയതിൻ്റെ ഉത്തരവാദിത്തം അത് UDF LDF സർക്കാരുകൾക്കാണ് എന്നാണ്
BJP പറയുന്നത്. അതുകൊണ്ട് തന്നെ ജനങ്ങളോടും അതുപോലെ തന്നെ കുട്ടികളോടും ഇവർ മാപ്പ് പറയണമെന്നും അവർ ആവശ്യപ്പെടുന്നുണ്ട്. എന്തു തന്നെയായാലും പദ്ധതിയുമായി മുന്നോട്ട് പോകാതെ തരമില്ല എന്നത് തന്നെയാണ്. ഇനി ഇതിനകത്ത് ഉള്ള കാര്യങ്ങളിൽ മാറ്റങ്ങൾ വരുത്തുക എന്നത് തന്നെയാണ്. ഒരു കേന്ദ്ര പദ്ധതി പ്രകാരമുള്ള പാഠ്യപദ്ധതി നടപ്പാക്കാതിരിക്കും, അല്ലെങ്കിൽ പാഠ്യപദ്ധതി നടപ്പാക്കുന്നതിൽ സംസ്ഥാനത്തിനായിരിക്കും ഉത്തരവാദിത്വം, സംസ്ഥാനമായിരിക്കും അത് തീരുമാനിക്കുക എന്ന നിലപാടാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാർ സ്വീകരിച്ചിരിക്കുന്നത്. അങ്ങനെ കേന്ദ്ര സർക്കാർ അനുവദിക്കുകയാണെങ്കിൽ പദ്ധതിയുമായി മുന്നോട്ട് പോകാമെന്ന നിലപാടിലേക്ക് കൂടി മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം അഭിപ്രായ പ്രകടനങ്ങൾ നടത്തിയിട്ടുണ്ട്. എന്തുതന്നെയായാലും ഉപസമിതി തീരുമാനിക്കുന്നത് എന്താണോ ആ ഉപസമിതിയുടെ തീരുമാനത്തിനനുസരിച്ചായിരിക്കും ഈ പദ്ധതിയുമായി മുന്നോട്ട് പോകണമോ എന്ന നിലപാട് UDF സർക്കാർ സ്വീകരിക്കുക. യെസ്, രജിത്താണ് വിശദാംശങ്ങൾ നൽകിയത്. എന്തായാലും PM ശ്രീയുടെ അടുത്ത നടപടിയിലേക്ക് കടക്കാനായി 4 മന്ത്രിസഭാ ഉപസമിതിയെ നിശ്ചയിച്ചിട്ടുണ്ട്. അവരുടെ തീരുമാനങ്ങൾ അല്ലെങ്കിൽ അവരുടെ റിപ്പോർട്ട് ലഭിച്ചതിന് ശേഷമായിരിക്കും എങ്ങനെ മുന്നോട്ട് പോകണമെന്ന് സർക്കാർ തീരുമാനിക്കുക. രജിത്താണ് വിശദാംശങ്ങൾ നൽകിയത്.